മണിയൻപിള്ള രാജുവിനുണ്ടായ കാർ അപകടവുമായി ബന്ധപ്പെട്ട് ഇടിയേറ്റ ബൈക്കിലെ യുവാക്കൾക്കെതിരെ രൂക്ഷ പ്രതികരണവുമായി സുരേഷ് ഗോപിയുടെ മകനും നടനുമായ മാധവ് സുരേഷ്. കള്ളം പറഞ്ഞതിനും ഒരാളെ അനാവശ്യമായി കുഴപ്പത്തിൽ ചാടിക്കാൻ ശ്രമിച്ചതിനും ഇവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണമെന്നാണ് മാധവ് സുരേഷ് ആവശ്യപ്പെട്ടത്. ചില ആളുകൾക്ക് ഇര ചമയാൻ വലിയ ഇഷ്ടമാണ്. എന്തൊരു പച്ചക്കള്ളം! കള്ളം പറഞ്ഞതിനും ഒരാളെ അനാവശ്യമായി കുഴപ്പത്തിൽ ചാടിക്കാൻ ശ്രമിച്ചതിനും അയാൾക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന യുവാവ് മനോരമ ന്യൂസിൽ നൽകിയ പ്രതികരണം പങ്കുവച്ചായിരുന്നു മാധവന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ്. അതേസമയം മണിയൻപിള്ള രാജുവിന്റെ കാർ തങ്ങളെ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നുവെന്നാണ് യുവാക്കൾ ആരോപിച്ചത്. ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്നും കാർ ഇറങ്ങി വരുന്ന ഹെഡ്ലൈറ്റ് നമ്മൾ കണ്ടു. ആദ്യമേ ഹോൺ അടിച്ചു കയറി അടുത്തെത്താറായപ്പോൾ ഈ കാർ പെട്ടെന്ന് ഇടിച്ചു കയറി ഞങ്ങളെ നിരക്കി കൊണ്ടുപോയി. എന്നിട്ട് ഒറ്റ പോക്കായിരുന്നു. കുറച്ചുനേരം റോഡിൽ കിടന്നു. അതിനുശേഷമാണ് ആളുകൾ ഓടി വന്നതായിരുന്നു അപകടത്തിൽപ്പെട്ട യുവാക്കളിൽ ഒരാൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. വ്യാഴാഴ്ച രാത്രി 11:30 ട്രിവാൻഡ്രം ക്ലബിന്റെ ഗേറ്റിന് പുറത്തിറങ്ങി മീഡിയനപ്പുറം എതിർദിശയിലേക്കുള്ള പാതയിലേക്ക് കടക്കുന്നതിനിടെ നടന്റെ കാർ ബൈക്കുമായി ഇടിക്കുകയായിരുന്നു. അപകടമുണ്ടായെന്ന് അറിഞ്ഞിട്ടും വാഹനം നിർത്താതെ പോയ നടനെ ഇന്നലെ രാവിലെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബൈക്കിലുണ്ടായിരുന്ന ശ്രീവരാഹം സ്വദേശി നിദേവ്, ശ്രീകണ്ഠേശ്വരം സ്വദേശി സൂരജ് എന്നിവർ പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലാണ്. LLB വിദ്യാർത്ഥിയായ നിദേവിന് ഇടതുകാലിനും ITI പ്രവേശനം കാത്തിരിക്കുന്ന സൂരജിന്റെ തുടയലിനും പൊട്ടലുണ്ട്. ഇരുവരെയും ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കി. എന്നാൽ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഓവർ സ്പീഡിലായിരുന്ന യുവാക്കളുടെ ഭാഗത്തായിരുന്നു തെറ്റെന്നാണ് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നത്. എന്നാൽ കാർ നിർത്താതെ പോയ മണിയൻപിള്ളയുടെ നടപടി തെറ്റായിപ്പോയെന്ന അഭിപ്രായവും ശക്തമാണ്.